ഹായ് ഓൾ, അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ മക്കളെ മദ്രസയെല്ലാം തുറന്നാൽ നിങ്ങളെ മക്കളെല്ലാം എൻ്റെ പിള്ളേരെ രണ്ടാളും മദ്രസയിൽ ഇന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ല എനിക്ക് ബന്ധമായിരുന്നുണ്ട് എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറേ ആൾ ഓർഡറാക്കി. ഞാൻ പെരുന്നാൾ കയ്യട്ട് നോമ്പ് കയ്യട്ടില്ല ഇങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് കുറേ ആൾക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ബന്ധമരുന്നിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ല ഓർഡറിൻ്റെ. അപ്പോൾ ഇന്ന് ബന്ധമരുന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അതങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അങ്ങനെ എല്ലാം അരിഞ്ഞിട്ട് അതിനെ കുറേ നേരം വെച്ചിട്ട് വെന്തിട്ട് അതിനെ ഇളക്കിയിട്ടെല്ലാം അതിന് ശേഷം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2-3 ബോട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഫോൺ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 ആൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഈ ചാനൽ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് കഥ എന്താ പറയുക, നമ്മൾ പുതിയ കിച്ചണിൽ ഫസ്റ്റ് ഓർഡറാണ് കേക്കിൻ്റെ. അങ്ങനെ ഞാൻ ഓവനിൽ നല്ല വിസ്മയെല്ലാം കൂട്ടിയിട്ട് വെച്ചിന്. അങ്ങനെ അതവിടെ ബേക്കാവുന്ന ടൈമിൽ ഞാൻ ക്രീമെല്ലാം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടറിഞ്ഞാൽ നമ്മളൊന്നിച്ചിട്ട് തന്നെ മതമോനുണ്ട്. അങ്ങനെ 2 ബാച്ചാക്കിയിട്ടാണ് വെച്ചത്. അങ്ങനെ ഒന്നാമത്തെ സെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ടയർ കേക്കിൻ്റെ ഞാൻ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ നോമ്പ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡറാണ്. നോമ്പിന് 2 ഓർഡറൊന്നും ഉണ്ടായിരുന്നത് ഞാൻ ക്യാൻസലാക്കിന്. അവർ പണിയെടുക്കുന്ന ടൈമിനല്ല ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലത്തെ പൈസക്ക് വന്നിട്ടുണ്ട് പിള്ളമാർ. നമ്മളീ അടുത്ത പള്ളിയിൽ തന്നെയാണ്. നമ്മളെന്നെ ഫാമിലി നെയ്ബറെല്ലായിട്ട് വരുന്ന പിള്ളറാന്നല്ലോ. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായുന്നെല്ലാം ഉണ്ട്. അങ്ങനെ പിള്ളേർ വന്നിട്ട് പോയതിന് ശേഷം ഇല്ലേ കേക്കിന് ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് മേഡെല്ലാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളിയാക്കിയിട്ട് കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ അതാ കേക്കാകുമ്പോഴേക്കുള്ള അറിവെല്ലാം അറിയുന്നില്ലേ, ഫുള്ള് കച്ചറയാണ്. ഈ തലേന്ന് ആ തലോളം കച്ചറായിക്കോട് വരുന്നുണ്ട് ഞാൻ കേക്കാകുമ്പോഴേക്ക്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നില്ല, കുറേ ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യുമ്പോൾ ഇല്ലേ വലിയൊരു അൽമ്പ പോലെയാണ്. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ചെയ്തെങ്കിൽ പിന്നെ സെറ്റാവും. അങ്ങനെ അപ്പോൾ ഒരു പീച്ച് കളറിൽ വേണം എന്നിട്ട് ആ ഒരു കളറിൽ എടുത്തതാണ്. അങ്ങനെ 1.5 കിലത്തിൻ്റെ കേക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഫോട്ടോസും എൻ്റെ വീഡിയോസെല്ലാം എടുത്തിട്ടായതിന് ശേഷം ഇനി നമുക്ക് ബാക്കി എന്തെന്ന് നോക്കവേ. അപ്പോൾ വണ്ടിക്ക് ചെറുങ്ങനെ ഒരു എന്തോ ബുദ്ധിമുട്ടുണ്ടായിന്. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടിടെ ബാറ്ററീൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി ടൗണിൽ, കുമ്പള ടൗണിൽ തന്നെ. വരുമ്പോഴൊക്കെ നേരെ ഉണ്ടായിന് ക്ലൈമറ്റ്. ഇയാൾ വന്നിട്ട് ഒരു 1/2 മണിക്കൂറായിട്ട് ഒരു 1/4 മണിക്കൂറാകുമ്പോൾക്ക് നല്ല കാറ്റും മഴയും വന്ന് പ്രതീക്ഷിക്കാണ്ട്. ഇപ്പോൾ 2-3 ദിവസമായില്ല ഇങ്ങനെ മഴ വരുന്നതും രാത്രി വരുന്നതും അങ്ങനെയെല്ലാം. പക്ഷെ ഇത് വൈകുന്നേരം തന്നെ ഇല്ല, നല്ല മഴ. അങ്ങനെ അതെല്ലാം ശരിയാക്കിയിട്ടായിട്ട് ടൗണിൽ കുറച്ച് വേറെ പണിയെല്ലാം ഉണ്ടായിന്. പക്ഷെ മഴ വന്നതുകൊണ്ട് തന്നെ ഇല്ലേ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ട് നല്ല മഴ എന്നില്ലെങ്കിൽ അങ്ങനത്തെ മഴ വന്നിന്. റോഡ് കാണുന്നുണ്ടായിട്ട് കാറ്റും മഴയും മുടിയെല്ലാം ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടായിട്ട് പിന്നെ ഇനി നിന്നങ്ങ് ശരിയാവല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു. അവിടെ നമ്മൾ പോയിട്ടാകുമ്പോൾ തന്നെ ഇല്ലേ അവിടെ ചെറിയ 2 പിള്ളേരുണ്ട്. അവിടെ ഉറമക്കം കുടയും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നുണ്ട്. ഒക്കെ ഉറ കാണുമ്പോൾ ഇല്ലേ തന്നുവിനെല്ലാം ഓർമ്മ എന്ന് പറഞ്ഞാൽ മഴ കാണുമ്പോൾ പിള്ളമാർക്ക് നമുക്ക് തന്നെ ഒരു കൊസിയാന്ന് അല്ലേ, മഴയിൽ പോയിറാ കുട പിടിച്ചിട്ട് തുള്ളിറാന്നിട്ട് പിള്ളമാർ ഇങ്ങനെ കളിച്ചുകൊണ്ടുണ്ടാവും. ഞമ്മ മഴ കാണുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ വണ്ടീൻ്റെ പണിയെല്ലാം ആയിട്ടായിട്ട് ഞമ്മ ഇനി മഴ കുറയാൻ കത്തങ്ങ് നടക്കുകയല്ലേ പൊരുക്കന്നെ പോയി ടൗണിലേക്ക് പോകാണ്ട്. അങ്ങനെ നോക്കിയാൽ അള്ളാൻ്റെ ഒരു അത്ഭുതം തന്നെ പറയാം. ചൂടെടുത്തിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിന് എല്ലാവരും അല്ലേ. ഇപ്പോൾ ഒരു മഴ വരുമ്പോൾ അസല് മഴക്കാലം പോലെ തന്നെ ഇല്ലല്ലേ, എന്തോ ഒരു പഠിച്ചവനെ സ്തുതിച്ച് എത്ര മതിയാവില്ല ഇത് കണ്ടെങ്ങനെ. എല്ലാവരും ഞാൻ ഞമ്മയുടെ മാമാനോട് പോയിട്ടാകുമ്പോൾ ചൂടെടുത്തിട്ട് അങ്ങനെ ആണെന്നുണ്ടായിന്. ഒരു മഴ വരുമ്പോൾ തന്നെ ഒരു തണുപ്പ് വന്നില്ല, നല്ല ഭൂമിക്കല്ലേ, എന്തോ ഒരു സംഭവം തന്നെ. അപ്പോൾ ഇനി ഇതിപ്പോൾ മഴക്കാലം പോലെ തന്നെ ഇല്ലേ നോക്കിയാൽ കാണുമ്പോൾ റോഡ് കാണുന്നില്ല, വണ്ടി എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ വരുന്നുണ്ടായിന്. എന്നിട്ട് നമ്മൾ ഇച്ചാടെ വിളിച്ചിട്ട് ചോദിക്കുമ്പോഴല്ലേ കുമ്പള ടൗണിലല്ലേ ഇച്ചുള്ളത്, ആടെ മഴ വന്നിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ശാന്തികുളത്തിൻ്റെ നല്ല മഴ. ഇച്ചാൻ്റെ ആ ടൗണിൻ്റെ അടുത്ത് മഴയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇച്ചൊക്കെ വീഡിയോയിലോട്ട് ചേച്ചതാണ് റോഡ് കാണുന്നില്ല എന്നല്ല ചെല്ലിട്ട്. അങ്ങനെ പിന്നെ കുറേ ആൾ കിച്ചൺ ടൂറ് കാണിക്കോ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ കമൻ്റ് ആക്കിനെ. കിച്ചണിൻ്റെ മസാല പണിയെല്ലാം ക്ലിയർ ആയിന്, ഫിനിഷ് ആയിന്. പക്ഷെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, അതെന്തല്ല ഞാൻ നിങ്ങളോട് പിന്നെ പറയാവേ. ആ കാര്യം കഴിഞ്ഞിട്ടാണ് നമുക്ക് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ. ഓക്കെ. അപ്പോൾ അത് നാളെ മറ്റന്നായിട്ട് സെറ്റാവും.
അതിന് ശേഷം നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാവേ എന്ത് ചെയ്തെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എൻ്റെ അമ്മ അതിനെന്ത് കൊണ്ടുപോയിട്ടുണ്ടായില്ല. അവിടെ ടൗണിൽ പോകുമ്പോഴൊക്കെ കുറേ ടൈം ആയിരുന്നില്ല. പക്ഷേ റെഡി ആയില്ല. ഞാൻ 10-20 മിനിറ്റിൽ നമ്മൾ പോയിട്ട് വന്നിട്ടെല്ലാം അതിന് വന്നിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം എന്ത് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിക്ക് എന്തോ കംപ്ലൈൻറ്റ്. അതിൻ്റെ വരുമ്പോൾ തന്നെ ഞാൻ ഫ്യൂസ് അതിൻ്റെ വെള്ളം മറ്റു പ്രശ്നമായി. എന്നിട്ട് വെള്ളവും ഫ്യൂസെല്ലാം സെറ്റാക്കിയിട്ട് വന്നിന് എന്ത് കഥയെന്ന് അറിയാലായിട്ട് എന്നിട്ട് വെള്ളവും കൂട്ടി ഫ്യൂസും വറുത്തിട്ട് പക്ഷെ എന്നിട്ടും ഇൻവെർട്ടർ നടക്കുന്നില്ല. എന്തോ കംപ്ലൈൻറ്റ് തന്നെ കാണിക്കുന്നത്, ബാറ്ററി കംപ്ലൈൻറ്റ് തന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരാളെല്ലാം സെറ്റാക്കാനെല്ലാം വിളിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് രാത്രി ഫുൾ ടൈം ഇരുട്ട്. ഈ ഗ്യാരൻ്റെ നമ്മൾ ഇൻവെർട്ടർക്ക് എന്തെല്ലാം കണക്ഷൻ കൊടുത്തിന് അത് ഉള്ളതെല്ലാം വരുന്നേ ഇല്ല. ഇൻവെർട്ടർ പൊട്ടായതുകൊണ്ട് തന്നെ ഫാനൊന്നും നമുക്കെല്ലാം ഫാനും കൊടുത്തിട്ടുണ്ടായി. ഫാനൊന്നുമില്ല. ഗ്യാരൻ്റ് പോയിക്കൊണ്ടല്ലേ ഉണ്ടായിനെ. ഫുൾ ഇരുട്ടായിട്ട് പിന്നെ നമ്മൾ എന്താക്കി നേരെ ബബീൻ്റെ അടുക്ക് ഒഴിച്ചാനെടുക്കുക അപ്പുറത്തേക്ക്. അങ്ങനെ നമ്മളെ ബാറ്ററും സംഭവങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ആടെയാന്ന് ചുട്ടതെല്ലാം അപ്പം എല്ലാം കൊണ്ടുപോയിട്ട്. അപ്പോൾ ഭാബി നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ പോളയും ചിക്കൻ കറിയും എല്ലാം കഴിച്ചതാണ്. എന്നിട്ട് രാത്രി ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ട് തന്നെ പോയിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ ഇൻവെർട്ടർ ആയാലും തന്നെയില്ലേ ഒരു ക്യാനില്ല, ഒരു എമർജൻസി അങ്ങനത്തെ ഒന്നും സംഭവിപ്പില്ലല്ലോ അല്ല. ഇപ്പോഴത്തെ പേരെല്ലാം അതിൻ്റെ ആവശ്യം വരുന്നില്ല. കറണ്ട് ആകുമ്പോൾ ഇൻവെർട്ടർ ഓണായി നമുക്ക് അറിയുന്നില്ലല്ലോ കറണ്ട് പോയെങ്കിലും വന്നെങ്കിലും. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണമെന്ന് പറയുന്നുള്ളു. അങ്ങനെ ഫോൺ തന്നെയാണ് ഞാൻ ഉണ്ടായാലേ. അങ്ങനെ രാത്രി പോകുമ്പോൾ ഫ്യൂസ് ഇട്ടിട്ട് ഇൻവെർട്ടർക്ക് വെള്ളമെല്ലാം കൂട്ടിയിട്ട് പോയി. ഞാൻ അൽഹംദുലില്ലാ രാവിലെ വരുമ്പോൾ നേരായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന്, അതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാമാൻ്റെ ആണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിന് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഒരു ഭയങ്കര സർപ്രൈസ്. അളപ്പാൻ്റെ മോനാന്ന് ചെയ്യുമെന്നാണ് പേര്. അവന് ഇത് പോയിട്ടുണ്ടായിന് സർപ്രൈസ് ആയിട്ട് വന്നിന്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര ഇതായിന് ചെല്ലാതെ വന്നിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ സംഭവം ഇങ്ങനത്തെ നല്ല സ്റ്റോറിയിൽ ചിരിച്ചിട്ട് അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ അജുവിൻ്റെ നിൽക്കാൻ കഴിഞ്ഞതും അവനക്കായി ഞങ്ങൾക്കൊരു പെണ്ണ് എന്നല്ല ചിലപ്പോൾ ഇങ്ങനെ വിഷം പറയുന്നുണ്ട്. നല്ലൊരു പുതിയാപ്പിളൊരു പെണ്ണുണ്ടെന്ന് ചെല്ലണതാ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. നമ്മളെ ഫാമിലിയിൽ 3 മേരിയൊക്കെ വന്ന് 4ാമത്തെ മേരിയോട് വരാനുണ്ട് കേട്ടില്ലേ. ഓനിപ്പോൾ ഒരു മംഗലിക്കുന്ന പോലെ അതിന് പിന്നെ ഒരളപ്പാൻ്റെ മോനുണ്ട് അർഷു നെല്ലിട്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അവനും ഇങ്ങനെ പെണ്ണെല്ലാം നോക്കാൻ തുടങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ആ ഒരു ചിരിയും കളിയും കൗച്ചും എല്ലാം അതിന് ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി. നെയ്ച്ചോറും ബീഫ് കറി മറ്റേ ദാള് വെറുംചോറ് മീൻകറി പച്ചക്കറി അങ്ങനെ എല്ലാം ആയിട്ട് ഉണ്ടായി. അപ്പോൾ ആടിയും അങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. നമ്മളെല്ലാവരും അളപ്പാൻ്റെ മക്കോ അളാമ നമ്മൾ എല്ലാവരും കുഞ്ഞുമാൻ്റെ മക്കൾ എല്ലാവരും ഒരു നല്ലൊരു ഗ്യാങ് പോലെയാണ്. അത് അളപ്പ ഇത് കുഞ്ഞുമ്മ അങ്ങനെ വേറെ നിൽക്കില്ല. പക്ഷെ അതെല്ലാവരും ഒന്നിച്ചിട്ടുള്ളൊരു ചിരിയും കളിയും വിഷയവും അങ്ങനെ. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ നമ്മളെ ഫാമിലിയിൽ തന്നെ മംഗലമുണ്ട്. കുഞ്ഞുമാൻ്റെ പുള്ളിൻ്റെതും പിന്നെ അളപ്പാൻ്റെ മോളതും രണ്ടാളതും ഇങ്ങനെ കുറച്ച് മുമ്പായിട്ട് അങ്ങനെയുള്ളത് അങ്ങനെ. അപ്പോൾ അതിൻ്റെ എല്ലാം ബിസി ഇതാക്കുന്നുണ്ട്. അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ ഡിസൈൻ ആക്കണോ ഡ്രസ്സ് അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഡ്രസ്സിൻ്റെ വിഷയവും വന്ന് അതിൻ്റെ ഡ്രസ്സ് ഇടുന്നാക്കി നല്ല വാങ്ങുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നിലയിലിട്ട്. അത് കുമ്പള പോലീസിൽ നിന്നാണ് ഡ്രസ്സ് സ്റ്റിച്ചാക്കിയതും ഡിസൈനാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ചെല്ലാവാം. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടെല്ലാം പുറത്തിരുന്നിട്ട് നല്ല ഭയങ്കര ബിസി പൊടി പാർന്നുണ്ട്. അപ്പോൾ അളപ്പം എന്താക്കുന്ന നോക്കിയാൽ നട്ട ചെടിക്കെല്ലാം വെള്ളം വയ്ക്കുന്നുണ്ട്. അതങ്ങനെ വാടിയിട്ട് പോയി നിന്നിട്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്നുണ്ട് മഴ പിടിച്ചിട്ട് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട്. ഓനൊരു ചെടിക്ക് വെള്ളം വയ്ക്കുന്നിട്ട് ഇങ്ങനെ ബിസിയാക്കുന്നത്. പക്ഷെ മഴ വന്നിട്ടില്ല. അങ്ങനെ കാറ്റ് വന്നുകൊണ്ടായിരുന്നു നല്ല മൂടായിട്ട് അങ്ങനെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോരാൾ പോകാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ നേരം ഏകദേശം ഒരു 4-4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അതാ അളപ്പാൻ്റെ ഒരു മെരിയോള് മാപ്പിളിനോട് ഇങ്ങനെ സാറ പറയുന്നുണ്ട്. ഇത് പിന്നെ ഒരളപ്പാൻ്റെ മോൻ സലീമെന്നാണ്. ഓൻ്റെ ഇച്ഛയാണ് ഇപ്പോൾ ചെയ്യുന്ന കാണിച്ചിട്ട് അവൻ്റെ ഇച്ഛ. നമ്മൾ ഭയങ്കര ബെസ്റ്റിയാണ് ഞാൻ പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് പോയതും വന്നതല്ല അങ്ങനെ. അപ്പോൾ ഓന് സൗദിയിലല്ല ദുബൈയിലാണെന്നുള്ളത് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം പന്തലും ടേബിളും കസേരെല്ലാം കൊണ്ടുപോകാൻ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടായിട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട്. ഇനി ഏടാ കൂടുന്നതിൽ ഇപ്പോൾ എല്ലാം നമ്മളവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേർക്ക്
കിച്ചണിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതല്ലേ, എൻ്റെ കിച്ചണെല്ലാം നമുക്ക് നോക്കണമെന്നില്ല. എല്ലാവരും വല്ലതും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാവരും ഒന്നിച്ച് വരുന്നല്ല ചെലീന്. കുഞ്ഞുമ്മമാരും മളപ്പന്മാരും മളമ്മമാരും പുള്ളി മക്കൾ എല്ലാവരും അങ്ങനെ ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളല്ലേ. ഇനി കുറച്ച് 2 മാസം ചേർന്ന് സ്കൂളയിലെ പോയിട്ട് വരുമ്പോൾ പോകുന്ന ടൈം പോകുന്നതെന്ന് അറിയാലോ നമുക്ക്. നമ്മൾ ലീവ് കിട്ടുമ്പോൾ ചെന്നില്ലേ 2 മാസം എങ്ങനെ പിള്ളമാർ സഹിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ 2 മാസമല്ലേ, ഒരാഴ്ച 2 ദിവസം പോലെയാണ് പോകുന്നതല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുറക്കായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിട്ടില്ല, ഞാൻ അവിടെ നിന്ന് വന്നിട്ടായിട്ട് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. ആ ഓർഡർ കൊടുത്തതിൻ്റെ എല്ലാ വിശേഷങ്ങൾ കാണിക്കാവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത്. ഇന്ന് പിന്നെ മുത്തമ്മൻ്റെ പുള്ളീൻ്റെ കാകുത്തൽ ഫങ്ഷൻ ഉണ്ട്, സുന്നത്തും ഉണ്ട്. അങ്ങനെ അതിനെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഓർഡർ ഉണ്ടായി. ഇത് ഏകദേശം ഒരു 10:30 മണിക്ക് ഡെലിവറി ആക്കേണ്ട സംഭവം. പുളിവാളം, ചിക്കൻ മന്തി, പിന്നെന്താ ചിക്കൻ കറി, പുഡിങ്, ഫുൾ ചിക്കന്, അങ്ങനത്തെ എല്ലാം ഓർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ചിക്കനില്ലേ ഒരു സ്പെഷ്യലായിട്ടൊരു റെസിപ്പി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഫുൾ ചിക്കൻ്റെ അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് കാണിച്ചു തരാവേ എങ്ങനെയെന്നല്ലോ. അപ്പോൾ അതാ മന്തിക്കുള്ള ബാറ്ററെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ ചിക്കന് ഒന്ന് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ചിക്കൻ കറിക്കുള്ള ചിക്കൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. അപ്പോഴൊക്കെ പുഡിങ് ഞാൻ ഫസ്റ്റ് കൂട്ടിയിട്ട് വെച്ച്, എന്നിട്ടായിരിക്കും നമുക്ക് മുകളിലേക്ക് ഡെക്കറേഷനെല്ലാം കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പുഡിങ് റെഡിയാക്കിയിട്ട് ഫ്രീസറിലായിട്ട് വെച്ചാൽ വേഗം തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് കുടിക്കണം. നന്നായി ജ്യൂസ് ആക്കാൻ മേലായി. അതിന് എന്തൊക്കെ ഒരു മാങ്ങ ഉണ്ടായിന്, മാങ്ങ മുറിച്ചിട്ട് തന്നെ കഴിച്ചതാണ്. ജ്യൂസ് ആക്കാനെല്ലാം ഒരു മടിയായി. അങ്ങനെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മാങ്ങാവും കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ട്. നമ്മളെ പുറത്ത് ഊഞ്ഞാലിരുന്നിട്ട് ഇങ്ങനെ മാങ്ങ തിന്നാലിട്ട് നല്ലൊരു വൈബാന്ന് പറഞ്ഞത്. കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് കുറച്ച് ക്ഷീണമാകുമ്പോൾ വന്നിട്ടിരുന്നിട്ട് ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് മാങ്ങാല തിന്നാൻ അങ്ങനെ. അപ്പോൾ ഇപ്പം മാങ്ങേൻ്റെ സീസണാണെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇല്ലേ മുറ്റത്തിൻ്റെ പെയിൻ്റ് ആക്കുന്നവർ വരുന്നതിൽ പോളിഷ് ആക്കുന്നവർ അങ്ങനെ ഓറും വരുന്നതെന്ന് പറഞ്ഞ് ഓർഡറും ഉണ്ട്. എനിക്ക് മുത്തമ്മൻ്റെ പുള്ളീൻ്റെ ഫങ്ഷനും പോകാനുണ്ട്. അത് പക്ഷേ രാത്രിയാണ് ഫങ്ഷന്. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണി ആയിട്ടുണ്ട്. പിള്ളമാർ മദ്രസ പോയിട്ട് വന്നിന്. ബുക്കും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടേണ്ടി എത്രയല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നാളെ പൈസ കൊണ്ടുപോകാൻ ചെല്ലിന് നല്ല ചെന്നുണ്ട്. പോകാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി പൈസേൻ്റെ പൈസ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. മദ്രസിൻ്റെ പൈസ അല്ലേ അങ്ങനെ. എന്നിട്ട് ഞാനും മാങ്ങ തിന്നാലിട്ടിരുന്നിട്ടാകുമ്പോൾ 2 പിള്ളമാരും കൊണ്ടുപോയി. അങ്ങനെ ഞാനും മക്കളെല്ലാം മാങ്ങെല്ലാം തിന്നിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ കുറേ ടൈം അവിടെ ഇരുന്നെങ്കിൽ എൻ്റെ ഇവിടെ പണി നടക്കല്ലേ. പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി. എന്നിട്ട് ചിക്കൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അതിൻ്റെ മറ്റെന്ത് കരള് കകപ്പറഞ്ഞ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അതിനെല്ലാം ഞാൻ പൂച്ചക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് പൂച്ചക്ക് നല്ല പുൽസൈന് അങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട്. പിന്നെ നമുക്കിനി പണി തുടങ്ങാൻ പോയേക്ക്. കുറേ ആൾ ചോദിക്കുന്നു മന്തിക്കല്ല എത്ര റേറ്റ് എങ്ങനെ ഇതെന്നല്ലോ. 100 എടുക്കുന്നത് 120 എടുക്കുന്നത് പറഞ്ഞാൽ ചിക്കൻ്റെ റേറ്റ് പോലെയാണ്. ഓക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പണിക്കാർ വന്നിട്ടുണ്ട് പോളിഷാക്കാൻ വേണ്ടിയിട്ട്. ഇൻ്റർലോക്ക് ഇട്ടിട്ട് പോയല്ലാണ്ട് അതിന് പോളിഷാക്കിയിട്ടുണ്ടായിട്ടില്ല. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിക്കുന്നല്ലോ ചേട്ടാ പോയിനാ ഞാൻ പണിക്കാർ. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ പോളിഷാക്കിയിട്ട് എന്നെ ആൾക്കാർ ബാക്കിയുള്ള പണിയെല്ലാം ആയല്ലോ എന്നിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഒരാളുടെ പോളിഷായിക്കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുക്കുന്നുണ്ട്, ഉള്ളിയെല്ലാം മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ പച്ച മസാലയാണ് കറി ഉണ്ടാക്കുന്നത്. പുളിവാളവും ചിക്കൻ പച്ച മസാല കറിയും മന്തിയും സൽസാവും മയണസ് പിന്നെ ഫുൾ ചിക്കന് പിന്നെന്താ ഉണ്ടായിന് പുളിവാളം അല്ലേ, പിന്നെ ഒരു അന്നം, പിന്നെ പുഡിങ്, അത്ര ഐറ്റംസ് ഉണ്ടായിന്. അപ്പോൾ മന്തിൻ്റെ മസാല എല്ലാം റെഡിയാകുന്നുണ്ട്. അവിടെ ചോറ് തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കനൊന്ന് വേവിച്ചിട്ടെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അൽഫാം മന്തി തന്നെ വേണം എന്നിട്ടുണ്ടായോറ്. അങ്ങനെ ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് നല്ല മരിച്ചിട്ട് എടുക്കുന്നുണ്ട്. ചൂടോട് കഴിക്കാൻ ഇങ്ങനത്തെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 10-10:30 മണി ഡെലിവറി ആക്കിയിട്ട് അതിന് ഒരു മീറ്റപ്പ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വേഗം വേണമെന്നിട്ട് 10:30 മണിയാകുമ്പോൾ റെഡിയാക്കി കൊടുത്തതിന്. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കിയിട്ട് അതിന് ശേഷം മന്തിൻ്റെ പുകയിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് 15 ആളെ ഫുഡിൻ്റെയാണ് ഓർഡർ ഉണ്ടായിരുന്നത്. 15 ആളെ മന്തിയും ബാക്കിയുള്ള 25 പുളിവാളവും ചിക്കൻ കറിയും അങ്ങനെ എന്തെല്ലാം ആയിട്ട് ഒരു മിക്സ് ആക്കിയിട്ട് ഓർഡർ 500 തന്നിട്ടുണ്ടായിന്. ഫസ്റ്റ് ചിക്കൻ മഞ്ചൂരിയനാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ചോദിച്ചു പുളിവാളത്തിലേക്ക് ചിക്കൻ മഞ്ചൂരിയൻ മെച്ചാവല വെള്ളപ്പോ അല്ലെങ്കിൽ
അല്ല സോറി വെള്ളപ്പല്ല പൊറോട്ട ബട്ടൂരൊക്കെ എല്ലാം ചിക്കൻ മഞ്ചൂരിയൻ വെച്ചാവും. വെള്ളപ്പവും പുളിവാളത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിക്കൻ്റെ പച്ച മസാലക്കറി നല്ല വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതാക്കിയതാണ്. അപ്പോൾ അതാ പണിക്കാർ വന്നിട്ട് പെയിൻറ്റ് തുടങ്ങിന്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ അതിൽ നിന്ന് മാറ്റിയിട്ട് എടുത്തിന് അടുക്കട ഓർക്കട പെയിൻ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെച്ചിനെടുത്തിട്ട് കുറേ ആളെന്നോട് ഇൻ്റർലോക്കിൻ്റെ നമ്പർ ചോദിച്ചതിന് ഞാൻ തരാവേടോ ആണോ സേവ് ആക്കിനാന്ന് തോന്നുന്നു. നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് പറയാം. നോക്കിയാൽ പെയിൻ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇൻ്റർലോക്കിൻ്റെ കളറേ ഒരു മാറിയില്ല, നല്ല ജലയില്ല. ഇപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിന്. ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടായിട്ട് ഇനി ഡെലിവറി ആക്കാം. അപ്പോൾ അത് ഫുൾ ചിക്കൻ ഞാൻ ഈ ഒരു ടൈപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് കുറേ ആൾ പറഞ്ഞു അതിൻ്റെ റെസിപ്പി തരുമെന്ന്. ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അങ്ങനെ അപ്പോൾ അതാ ഏകദേശം പെയിൻറ്റ് പണി നടന്നിട്ട് തീരാനായിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വിചാരിക്കുന്നത് ഇത് കഴിയാതെ എങ്ങനെ ഇപ്പോൾ പോകുന്നേ എന്നിട്ട് പക്ഷേ ഞാനൊരു 2 മണിയാകുമ്പോൾ പോയിട്ടുണ്ടായിന് അവരോട് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നിട്ട്. പിന്നെ അവർക്ക് തന്നെ നമ്മൾ അങ്ങനെ കൊടുത്തിനതല്ലേ, പ്രശ്നമില്ല. നമ്മൾ ഉണ്ടെങ്കിൽ അങ്ങെന്തോ നാൾക്കൂലിയോ അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ല. ഒന്നാകെ ഉണ്ടല്ലോ ഇടാൻ കൊടുത്തത് പോളിഷ് കൊടുത്തരുന്ന പോയിട്ട് ജെല്ലി പോയി ആ സംഭവങ്ങളെല്ലാം ഉറഞ്ഞാണ്. അതിന് നമുക്ക് സിമെൻറ്റ് എല്ലാം നമുക്ക് എന്ത് തളിച്ചുകൂടില്ല. ഇട്ടിട്ട് പൈസ ക്യാഷ് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമ്മതാ മുത്തമ്മാൻ്റെ പുള്ളീൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട്. ഞാനും മക്കളും പോകുന്നുണ്ട്. പിള്ളേർ വീഡിയോ നോക്കിയിട്ട് എന്തെല്ലോ കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.